ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരികയും സ്വാഗതം. 6 ഇന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് സംക്രാന്തി റിലീസായിട്ട് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ശങ്കറിന്റെ രാം ചരൺ നായകനെ എത്തിയ ഗെയിം ചേഞ്ചർ കളക്ഷനാണ്. ഇന്നലെ സിനിമയ്ക്ക് 10 കോടിയോളം വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുകയാണ്. അങ്ങനെ 164 കോടിയിലേക്ക് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നലെ വരെ എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു സാധാരണ സിനിമയുടെ കളക്ഷൻ ആണെങ്കിൽ ഇതൊരു മികച്ച കളക്ഷൻ ആണെങ്കിലും ഗെയിം ചേഞ്ചർ എന്ന 400-450 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള സിനിമയെ സംബന്ധിച്ച് ഇതൊരു വൻ ദുരന്തം കളക്ഷൻ തന്നെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്ത സിനിമകളിൽ ഒന്നായിട്ട് ഗെയിം ചേഞ്ചർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 200 കോടിയെങ്കിലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്ന് സ്വന്തം പുണ്യാളൻ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുകയാണ്. സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 5 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2,30,00,000-ലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടിക്ക് അടുത്തുമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീക്കെൻഡ് കളക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഫൈനൽ വെർഡിക്റ്റ് ഉറപ്പിക്കാനായിട്ട് കഴിയും. ഡാക്കു മഹാരാജ് ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബാലയ്യ സിനിമയാണ്. നന്ദമൂരി ബാലകൃഷ്ണ നായകനെ എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ 100 കോടി പോസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞെങ്കിൽ പോലും ട്രാക്കേഴ്സ് കണക്കിൽ ഇന്നത്തോടെയായിരിക്കും സിനിമയുടെ 100 കോടി കളക്ഷൻ എത്തപ്പെടുക. ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 89 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഒരു വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് സംക്രാന്തി റിലീസുകളിൽ വലിയ കളക്ഷനിലേക്ക് സിനിമ മുന്നേറുന്നു. ക്രിസ്മസ് റിലീസായിട്ട് ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും പുതിയ സിനിമകൾ എത്തിയിട്ടും ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ സിനിമയാണല്ലോ മാർക്കോ. തിയേറ്ററുകളിൽ കൃത്യം 1 മാസം പിന്നിടാനായിട്ട് ഒരുങ്ങുന്ന സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 10 ലക്ഷത്തോളം രൂപയെ കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നലെ വരെയുള്ള കളക്ഷൻ 102 കോടി കടക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ കടന്നിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 101 കോടി 90 ലക്ഷമാണ്. ഇന്നത്തോടെ 102 കോടി സിനിമ കടക്കുകയുള്ളൂ. പേര് മാറ്റിയ ജയം രവിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ രവി മോഹനും ഒപ്പം തന്നെ നിത്യ മേനോനും പ്രധാന റോളുകളിലെത്തിയ കാതലിക്ക നേരമില്ലേ. തിയേറ്ററുകളിൽ ഒരു ഡീസന്റ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 5 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ പൊങ്കൽ വിന്നറായിട്ട് മാറിക്കഴിഞ്ഞ സിനിമയാണല്ലോ വിശാൽ നായകനെ എത്തിയ മദ ഗജരാജ. ഇന്നലെ വരെയുള്ള സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ മാത്രം 20 കോടിയിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 22 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 25 കോടി പിന്നിടുന്നതാണ്. 50 കോടി ലക്ഷ്യമിട്ട് സിനിമ തിയേറ്ററുകളിൽ മുന്നേറുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ കളക്ഷൻ അറിയാനായിട്ട്.